പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ഈശോ ഈ നിമിഷങ്ങളിൽ തൻ്റെ വലിയ സാന്നിധ്യം, ആ വലിയ സാമീപ്യം നമുക്ക് നൽകിക്കൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ അടുത്തേക്ക് എഴുന്നള്ളി വരികയാണ്. ഈശോ നമ്മുടെ ജീവിതത്തിലേക്കാണ് കടന്നു വരുന്നത്. ഈശോ നമ്മളെ വ്യക്തിപരമായിട്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് കടന്നു വരികയാണ്. സ്വർഗരാജ്യം നമുക്ക് സമ്മാനമായിട്ട് നൽകുവാൻ, തൻ്റെ രാജ്യത്ത് ഒരിടം നൽകുവാനായിട്ട് കർത്താവ് ഈ നിമിഷം നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തെ കർത്താവ് ഏറ്റെടുക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തെ, നമ്മളായിരിക്കുന്ന അവസ്ഥകളെ, നമ്മളോട് ഒപ്പമുള്ള മറ്റു വ്യക്തികളെയൊക്കെ കർത്താവ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. വിശുദ്ധിയോടെ കർത്താവിനെ ദർശിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുവാൻ ഈ നിമിഷം ദിവ്യകാരുണ്യത്തിൽ ഈശോ ഏറ്റവും വലിയ സ്നേഹത്തോടെ കടന്നു വരികയാണ്. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ ഈ വലിയ സാന്നിധ്യം അവൻ്റെ സ്നേഹത്തെയാണ് കാണിക്കുക. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഈശോ ഇന്നും എന്നും പ്രത്യേകിച്ച് ഈ കരുണയുടെ പുണ്യ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം വിശുദ്ധ കുർബാനയിൽ ആഗതനാവുകയാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈശോയെ അവൻ്റെ വലിയ അവരുടെ വലിയ സാന്നിധ്യം കൊണ്ട്, അഭിഷേകം കൊണ്ട്, കൃപ കൊണ്ടൊക്കെ നമ്മളെ നിറയ്ക്കുന്ന കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 11ഉം 12ഉം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു എന്ന്. കർത്താവിൻ്റെ ഈ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സാന്നിധ്യമാണ്. കർത്താവിൻ്റെ ഈ സാന്നിധ്യം, ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി നമ്മുടെ അടുത്തേക്ക് വരുന്നത് സ്വർഗരാജ്യത്തിന് അർഹരായി തീരുവാൻ വേണ്ടി, നമുക്ക് ദൈവീക ശക്തി നൽകുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം അവകാശപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ ആത്മീയമായൊരു ബലപ്രയോഗം നമ്മൾ നടത്തേണ്ടതുണ്ട്. ദൈവകരുണ നമ്മൾ അനുഭവിക്കണമെങ്കിൽ, ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ദൈവിക സാന്നിധ്യത്തിലായിരിക്കണമെങ്കിൽ, വിശുദ്ധിയോടുകൂടി വിശുദ്ധനായവനെ നമുക്ക് ദർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ആത്മീയമായ ഒരു ബലപ്രയോഗം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിതം മുഴുവനും ഇങ്ങനെയുള്ള ഒരു ആത്മീയ ബലപ്രയോഗം, സ്വർഗരാജ്യത്തിനു വേണ്ടി, സ്വർഗരാജ്യം പ്രഘോഷിക്കുന്നതിനു വേണ്ടി മനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമാഗതമായിരിക്കുന്നുവെന്ന് ഈ ലോകത്തിലുള്ള സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ ആ വലിയ സന്ദേശം നൽകുന്നതിന് വേണ്ടി കർത്താവ് സ്വന്തം ജീവിതത്തിൽ വലിയൊരു ബലപ്രയോഗം നടത്തേണ്ടതായിട്ട് വന്നു. പൗലോസ്ലീഹ പറയുകയാണ്, താൻ ദൈവമായിരുന്നിട്ടും തൻ്റെ ദൈവീകത ഒരു വലിയ കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട്
ഒരു പുൽക്കൂട്ടിലേക്ക് ജനിച്ചുകൊണ്ട്, ഒരു ദരിദ്രനായിട്ട് ജനിച്ചുകൊണ്ട് വലിയ ശൂന്യവൽക്കരണത്തിൻ്റെതായ ജീവിതം ഈശോ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. ആ വലിയ ആത്മീയ ബലപ്രയോഗത്തിലൂടെയാണ് തൻ്റെ ദൈവീകത വരെ നഷ്ടമാക്കിക്കൊണ്ട് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. കർത്താവ് തൻ്റെ ജീവിതത്തിൽ കുരിശിൽ തൂങ്ങി അവസാനത്തുള്ളി രക്തം വരെ ചിന്തി നമ്മെ വീണ്ടെടുത്തത് വലിയൊരു ബലപ്രയോഗത്തിലൂടെയായിരുന്നു. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഈശോ പറയുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഈശോ എത്രയും പെട്ടെന്ന് വാക്കുകൾക്ക് ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കി തൻ്റെ വാക്കുകൾ തിരുത്തുകയാണ്. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ ജീവിതത്തിൽ ശക്തമായ ആത്മീയ ബലപ്രയോഗത്തിലൂടെയാണ് കുരിശു മരണം വഴി നമ്മളെ എല്ലാവരെയും നിത്യ രക്ഷയ്ക്കായിട്ട് ഒരുക്കിയത്. അതുപോലെ തന്നെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ വലിയ ആത്മീയ ബലപ്രയോഗങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നു. സമൂഹത്തിലെ അനീതികൾക്കെതിരെ കർത്താവ് ശബ്ദമുയർത്തേണ്ടതായിട്ട് വന്നു. അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കെതിരെ, സമൂഹത്തിലെ അടിച്ചമർത്തുന്ന നിയമങ്ങൾക്കെതിരെ കുരിശു മരണത്തിലൂടെ കർത്താവ് നടത്തിയ വലിയ ആത്മീയ ബലപ്രയോഗമുണ്ട്. ആ ബലപ്രയോഗത്തിലൂടെയാണ് സ്നേഹവും നീതിയും കരുണയുമാകുന്ന ദൈവരാജ്യത്തിലേക്ക് കർത്താവ് നമ്മളെയൊക്കെ നയിച്ചത്. ചുങ്കക്കാരെയും വ്യഭിചാരിണികളെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു സ്നേഹത്തെപ്പറ്റി അവൻ പ്രസംഗിച്ചപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് അവൻ ഒറ്റപ്പെടുകയാണ് ചെയ്തത്. മുറിവേറ്റവരെയും കുഷ്ഠരോഗികളെയും അവൻ സൗഖ്യപ്പെടുത്തിയപ്പോൾ വലിയ തിരസ്കരണത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ ആ വലിയ തിക്താനുഭവങ്ങളാണ് കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ കുരിശിലെ മരണം, കർത്താവിൻ്റെ ഉത്ഥാനമെല്ലാം ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം എന്നത് വലിയ ആത്മീയമായ ഒരു ബലപ്രയോഗത്തിലൂടെ മാത്രമേ വിശുദ്ധി നമുക്ക് കൈവരികയുള്ളൂ. ആത്മീയമായൊരു വലിയ ബലപ്രയോഗം നമ്മുടെ ജീവിതത്തോട് തന്നെ നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ആത്മനിയന്ത്രണത്തിൻ്റെ ബലപ്രയോഗം. പ്രാർത്ഥനകൾ വഴി, പരിത്യാഗം വഴി നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു ബലപ്രയോഗം ഉണ്ട്. എനിക്ക് എൻ്റെ കർത്താവിൻ്റേതാകുവാൻ വേണ്ടി, വിശുദ്ധി കൈവരിക്കുവാൻ വേണ്ടി, ഈ ലോകത്തിൻ്റേതായ എല്ലാ നൈമിഷിക സുഖങ്ങളും വേണ്ടാന്ന് വയ്ക്കുന്നതിനു വേണ്ടി ഞാനൊരു ആത്മീയ ബലപ്രയോഗം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. പാപത്തിൻ്റെ പല മേഖലകളും നമ്മളെ അതിലേക്ക് ആകർഷിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ ആത്മീയ ബലപ്രയോഗം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. ബലഹീനതകൾ, കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ എതിരായിട്ട് നമ്മൾ വലിയ ആത്മീയ ബലപ്രയോഗം നടത്തിയാൽ മാത്രമേ പ്രിയമുള്ളവരെ വിശുദ്ധി നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ കുറ്റബോധങ്ങളുണ്ടെങ്കിൽ, വിശുദ്ധി കുറയ്ക്കുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ നാം കരഗതമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പാപത്തിൻ്റെ ആസ്വാദന മേഖലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ വേരൂന്നി നമ്മളെ നശിപ്പിക്കുവാനായിട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തെ മാടി വിളിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി അവൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ആത്മീയ ബലപ്രയോഗം ചെയ്താൽ മാത്രമേ പ്രിയമുള്ളവരെ വിശുദ്ധി നമ്മളിലേക്ക് കൈവരികയുള്ളൂ.
സ്വർഗരാജ്യത്തിന് നമ്മൾ അവകാശികളായി തീരുകയുള്ളൂ. കുമ്പസാരം എന്ന കുദാശയിലൂടെ നമുക്ക് സ്വയം വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിലാവാം. വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതത്തിലൂടെ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാം. ദിവ്യകാരുണ്യമായ ഈശോയുടെ സാന്നിധ്യത്തിൽ ദിവസങ്ങളും മണിക്കൂറുകളും വളരെയേറെ സമയങ്ങളുമൊക്കെ ചിലവഴിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കരുണ, കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മളെ പൊതിയുകയാണ്. സ്വർഗരാജ്യത്തിലേക്ക് ഈശോ നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ ആത്മീയ സമരം, ബലപ്രയോഗം നമ്മൾ നടത്തുന്നതോടൊപ്പം സമൂഹത്തിലെ അനീതികൾക്കെതിരെയും നമ്മൾ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ശിഷ്യർക്കെതിരെ, ക്രിസ്തു സാക്ഷ്യത്തിനെതിരെ തെറ്റായ ധാരണകളും നിഗമനങ്ങളും പ്രചരണങ്ങളുമൊക്കെ നടത്തുന്നവരുടെ നടുവിൽ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രചരണങ്ങൾക്കും നിഗമനങ്ങൾക്കും തെറ്റായ ധാരണകൾക്കും ഒന്നും ബലിയാടാവാതെ, അതിലൊന്നും ഉൾപ്പെടാതെ, അതിനോടൊന്നും കൂട്ടുചേരാതെ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ ആത്മീയ ബലപ്രയോഗം നമ്മളോട് തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നീതിക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി സഭയ്ക്കും സഭയുടെ അഭിഷിക്തർക്കുമെതിരെ നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾക്കെതിരെയൊക്കെ അതിലേക്ക് നമ്മൾ വീണുപോകാതെ വിശുദ്ധിയോടെ ഈ ലോകവാസം നടത്തി സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ വലിയ ബലപ്രയോഗം, ആത്മീയ ബലപ്രയോഗം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് കർത്താവ് നൽകുന്ന ഈ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം എന്നിൽ മാംസമായി തീരട്ടെ. സ്വർഗരാജ്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി, അനീതിക്ക് വേണ്ടി, അനീതിക്കെതിരെ പോരാടുവാൻ വേണ്ടിയുള്ള മനസ്സും ആത്മബലവും എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയിലാണ് സ്വർഗ കവാടം നമുക്കായിട്ട് തുറന്ന് നൽകുന്നത്. കർത്താവിൻ്റെ കരുണയില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് കരുണയോടെ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ചേർത്ത് പിടിക്കലിൻ്റെ ഊഷ്മളതയിൽ നമ്മൾ ജീവിക്കുവാൻ വേണ്ടി വലിയ ആത്മീയമായ ബലപ്രയോഗങ്ങൾ ഈ ലോകത്തോടും ഈ ലോകത്തിൻ്റേതായ സകല പാപത്തിൻ്റെ മേഖലകളോടും നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആത്മീയ പരിത്യാഗം വഴി സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയും പ്രയത്നിക്കുകയും വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് കർത്താവ് തൻ്റെ കരുണയിൽ തുറന്നിട്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുക. ഈ സന്ദേശം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ വലിയ കരുണ ഈ ദീപികാരുണ്യത്തിൽ നിന്ന് നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും ഒഴുകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന ആശീർവാദം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ആശീർവാദം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.